അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഒറിജിനൽ കുഞ്ഞയൊന്ന് കൊണ്ടുവരാമോ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളാ കൊണ്ടുവരേണ്ടത്, ഞാൻ കൊണ്ടുവരണല്ലോ, ഒറിജിനൽ കുഞ്ഞ് ഞാൻ കൊണ്ടുവരണം. അപ്പൊ ഈ ഉള്ളതൊക്കെ നുണയാണ് നാം മൂപ്പര് പറയുന്നത്. മാത്രല്ല നുണയാണ്, അതിൽ കടത്തിക്കൂട്ടി എന്നുള്ളതിന് മൂപ്പർ എന്താ തെളിവ് പറഞ്ഞൊരു ചുരുക്കി പറയട്ടെ. ഈ കിതാബിൽ പറഞ്ഞിട്ട് പോലും ഇമാം ബുഖാരിയെ സംബന്ധിച്ചെന്ത്, ഉഞ്ഞയിൽ പറഞ്ഞിട്ട് പോലും എന്ത്, ഇമാം ബുഖാരി പഴച്ച കക്ഷിയാണ്, ഇമാം ബുഖാരി പഴച്ച കക്ഷികളായ അശരീയത്തിന്റെ ആളാണ് എന്ന് ബുഖാരി ഇമാമിനെ പഴച്ചയാളാക്കി ചിത്രീകരിക്കുന്ന ഉഞ്ഞ അത് കള്ളക്കോപ്പിയല്ലേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ചുരുക്കി ചോദിക്കട്ടെ പേരോട്, ഉഞ്ഞയിൽ ഇമാം ബുഖാരിയുടെ അഖീദ പഴവാണെന്ന് എവിടെയാ എഴുതിയത്? നിങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ടെങ്കിൽ അതിന് ഉഞ്ഞയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബുഖാരി ഇമാമിന്റെ അഖീദയിലേക്ക് നിങ്ങളൊന്ന് കടക്കൂ. ധൈര്യമുണ്ടെങ്കിൽ ബുഖാരി ഇമാമിന്റെ അഖീദയിലേക്ക് നിങ്ങളൊന്ന് കടക്കൂ. ഇമാം ബുഖാരി നിങ്ങൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസക്കാരനാണോ? ഇമാം ബുഖാരിയുടെ കിതാബുകളിൽ തന്നെ എത്രത്തോളം തെളിവുകളുണ്ട്. ഇമാം ബുഖാരി നിങ്ങൾ പറയും പോലെ ഇതിന് പറഞ്ഞില്ലേ, ലാ അലാ മഅനൽ ഉലുവി വരിഫഅതി, ഉലുവിന്റെയും റിഫഅത്തിന്റെയും ആശയമല്ല എന്ന് ഇതിൽ പറഞ്ഞതിരല്ലേ? അത് ബുഖാരി ഇമാമിന്റെ ആശയമാണ്. അതിനെയാണ് ഉഞ്ഞയിൽ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞത്. പേരോടെ നിങ്ങൾക്ക് ഉലുവ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ഉഞ്ഞയിൽ ആ പറഞ്ഞ ഇബാറത്തിൽ പറഞ്ഞ ഉലുവ് കൊണ്ട് ഉദ്ദേശം, അതുപോലെ തന്നെ റിഫഅത്ത് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് ഇമാം ബുഖാരി എന്ത് പഴച്ചു, ശൈഖ് ജീലാനി എന്ത് പഴച്ചു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പരിഹാസം നിർത്തിയിട്ട് അല്ലാഹു അവരെ പറ്റി എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ വിശ്വസിച്ചോളൂ. നമ്മുടെ വകയായിട്ട് രൂപം പറയണ്ട, വിശദീകരണം പറയണ്ട, ഒരാളോടും സാമ്യപ്പെടുത്തണ്ട, തള്ളാനും പോകണ്ട. നമ്മെ പോലെ എന്നോ സൃഷ്ടികളെ പോലെ എന്നോ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ യുക്തിവാദി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം യുക്തിവാദിയുടെ റോളിൽ സ്റ്റേജുകളിൽ ആടിത്തിവർക്കുകയല്ലേ? നിങ്ങളല്ലേ യുക്തിവാദി? ഈ വലത്തെ കയ്യിൽ പിടിച്ച ആകാശത്തിലേക്ക് എങ്ങനെയാ അള്ള ഇറങ്ങാൻ ആലോചിക്കുന്നത്? വലത്തെ കൈ പിടിച്ച ആകാശത്തിലേക്ക് അള്ള എങ്ങനെ ഇറങ്ങാ? അള്ളാന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാ മൊയ്യാരെ ഓർമ്മ വന്നാൽ അതിന് പ്രമാണങ്ങൾ എന്ത് പഴച്ചു പേരോടെ? അള്ളാന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങളും മനസ്സിലാക്കിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഹദീസ് വായിച്ചുകൊണ്ട് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ അപ്പോഴും പരിഹസിച്ചു ചിരിക്കുന്നുവല്ലേ? നിങ്ങൾ ആരെയാ പരിഹസിക്കുന്നത്? ഹദീസിൽ വന്നതല്ലേ ഞാൻ പറഞ്ഞത്. അള്ളാഹു ചിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങളൊരു ചിരി പാസാക്കല്ലേ ചെയ്തത്? പരിഹാസത്തിന്റെ ചിരി അത് ചെന്നെത്തുന്നത് നമ്മുടെ നേതാവ്, ഞങ്ങളെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞ ആ പദത്തെയല്ലേ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾക്ക് അതിനെപ്പറ്റി പരിഹാസമാണ്. നിങ്ങളുടെ ആ വാചകം ഒന്ന് കേൾക്കട്ടെ ജനങ്ങൾ, നിങ്ങളെ പരിഹസിക്കുന്നതെന്ന് കേൾക്കട്ടെ ജനങ്ങൾ. പിന്നെ മൂപ്പര് പറഞ്ഞറിയോ? മൂപ്പര് പറഞ്ഞ് അള്ള ചിരിക്കൂൻ. ഇവിടെ വന്ന് പ്രസവിച്ച അള്ള ചിരിക്കൂൻ, അള്ള ചിരിക്കൂന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു ചിരി, പരിഹാസച്ചിരി. ഞാൻ പറഞ്ഞതാണോ? ഹദീസിലില്ലേ? നിങ്ങളൊന്ന് പറ പേരോടെ, അങ്ങനെ ഒരു ഹദീസിലില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ എന്റെ വകയായിട്ട് പറഞ്ഞതല്ലല്ലോ. പിന്നെ ഇവിടെ മൂപ്പരെന്താ വരുത്തി തീർത്തതെന്നറിയോ? ഞാൻ എന്റെ വിശദീകരണത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു, എന്ത്? അള്ളാഹിനെ പറ്റി എന്തും പറയുമ്പോ സൂക്ഷിക്കടേ. അള്ളാഹുവിനെ പറ്റി അവൻ വിശേഷിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് പറയുമ്പോഴും അതൊന്നും സൃഷ്ടികളെ പോലെ എന്ന് വിചാരിച്ചു പോകരുത്, മറ്റാരെയെങ്കിലും പോലെ എന്ന് വിചാരിച്ചു പോകരുത്. അള്ളാഹുവിനെ പറ്റി എന്ത് പറയുമ്പോഴും അതൊക്കെ നമ്മെ പോലെ എന്ന് പറയാതിരുന്നാൽ മതി എന്നാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മൗലവിക്ക് എന്തും പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനെ പറ്റി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത പരിഹാസം ഈ മുസ്ലിയാരുടെ നാവിൽ നിന്ന് നിർഗളിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അള്ളാഹിനെ പറ്റി ഞാനിവിടെ ഖുർആനിലും ഹദീസിലും വന്നത് പറഞ്ഞതിന്
ഖുർആനിലും ഹദീസിലും വന്നത് ഇമാമിയങ്ങൾ മനസ്സിലാക്കിയത് ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറിൽ നിന്ന്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ, ഇബ്നു ഹുസൈമയുടെ തൗഹീദിലെ അതേപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ. അങ്ങനെ പലതും പറയുമ്പോഴും നിങ്ങൾ അതൊക്കെ പരിഹസിക്കുകയാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി എന്ത് പറയുമ്പോഴും എന്ന് പറഞ്ഞാ അള്ള പറഞ്ഞത് പറയുന്നതിനെ കുറിച്ചാ പറയുന്നതല്ലാതെ അള്ളാഹിനെ പറ്റി എന്തും പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല. വരുത്തി തീർക്കേണ്ട പേരോടെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ നേടാനുള്ളത്? ഈ നിലക്ക് നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹിനെ പറ്റി നിങ്ങൾ പരിഹസിച്ചിട്ട് നിങ്ങൾ എന്നോട് എന്തൊക്കെയാ ചോദിച്ചത്? അള്ളാഹു കക്കൂസി പോയി എന്ന് പറയുമോ? ജിമാഴ് ചെയ്തു എന്ന് പറയുമോ? എന്തൊക്കെയാ നിങ്ങളുടെ നാവ് കൊണ്ട് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയമില്ലേ? അള്ളാഹിനെ പരിചയപ്പെടുത്തി തന്ന മഹാനായ നമ്മുടെ നേതാവിനോട് നിങ്ങൾക്കൊട്ടും മതിപ്പില്ല അല്ലേ? നബി തങ്ങളുടെ നാവ് കൊണ്ട് പഠിപ്പിച്ചിരുന്നതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഞങ്ങൾ എഴുതി വിട്ടതല്ലല്ലോ, ഞങ്ങളുണ്ടാക്കിയ നിയമമല്ലല്ലോ. സഹീഹായ ഹദീസിന്റെ കിതാബുകളിലില്ലേ. അതുപോലെ തന്നെ അല്ലാഹുവിന് ഇരു കൈകളുണ്ട്, അവന്റെ രണ്ട് കൈയും വലുതാണ് എന്നൊക്കെ നിങ്ങൾ പരിഹസിച്ചപ്പോ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാണോ? ഏതെങ്കിലും മൗലവിമാര് പറഞ്ഞതാണോ? ഈ പറഞ്ഞ ഇബ്നു ഹുസൈമയുടെ തൗഹീദ് എന്ന് പറയുന്ന അത്തൗഹീദിലില്ലേ, അതേപോലെ തന്നെ ശൈഖ് ജീലാനിയുടെ ഉഞ്ഞത്ത് എന്ന ഗ്രന്ഥത്തിലില്ലേ, ഏതെല്ലാം കിതാബുകളിലുണ്ട്? ഫത്ഹുൽ ബാരിയിലില്ലേ? ഏതൊക്കെ കിതാബുകളാ എണ്ണി പറയേണ്ടത്? അതൊക്കെയും നിങ്ങൾ പരിഹസിച്ച് ഞാൻ പറയാത്തത് എന്നെ കൊണ്ട് പറയുന്നുവല്ലേ. എന്നെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഒന്ന് കേട്ടോ സഹോദരന്മാരെ. ഇയാളുടെ നാവ് കൊണ്ട് എന്ത് പറയാനും ഇയാൾക്ക് മടിയില്ലല്ലോ. അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ. അതിന് മൗലവി വേറെന്തറിയോ? നമ്മെ പോലെ എന്ന് പറയാണ്ടിരുന്നാ മതി. എന്റെ പേരൊരു കളവും നമ്മെ പോലെ എന്ന് പറഞ്ഞു എന്ന് പേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ നമ്മെ പോലെ എന്ന് പറഞ്ഞു ഉണ്ടെങ്കിലേ കേൾപ്പിക്കും. ഇനി ഞാൻ ഒറ്റ ക്ലിപ്പും കൂടി വെച്ചിട്ട് ഞാൻ പ്രസംഗം നിർത്താം. ആ ക്ലിപ്പുകൾ എല്ലാവരും കേട്ടോളി. അതിനെപ്പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത്? അതിനെപ്പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത്? അള്ളാഹിനെ പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ എന്ന് വെച്ചാൽ പിന്നെ എന്ത് തകരാറുള്ളത്? ഇനിയിപ്പോ നാളെ മൗലവി പറയും അള്ളാഹ് കക്കൂസിൽ പോയി, അള്ളാഹിനോട് യോജിച്ച പോക്ക്, അള്ളാഹുത്തേല ഭക്ഷണം കഴിച്ചു, അള്ളാഹിനോട് യോജിച്ച കഴിക്കല്, അള്ളാഹുത്തേല ജിമായി ചെയ്തു, അള്ളാഹിനോട് യോജിച്ച ജിമായി, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹിനോട് യോജിച്ച മക്കള്, അള്ളാഹ്ക്ക് പോക്കും വരവുണ്ട്, അള്ളാഹിനോട് യോജിച്ച പോക്കും വരവ്. ഇങ്ങനെ അള്ളാഹിനോട് യോജിച്ചതെന്ന് വെച്ചാല് അള്ളാഹിനെ പറ്റി എന്തും പറയാം. ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നേ, ഈ മുജാഹിദ് വിഭാഗം ഇസ്ലാമാണോ മുസ്ലിമീങ്ങളെ? നിങ്ങൾ ധന്യത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ചിന്തിച്ചോ? ഇഞ്ചത്തോ പള്ളമ്മലോ ഒക്കെ കൈവച്ച് ചിന്തിക്ക്. ഈ പറഞ്ഞത് ശരിയാണോ? എന്താ ഇപ്പൊ പറഞ്ഞത്? കക്കൂസ് പോയി ജിമാഴ്. ഞാൻ അർത്ഥം പറയില്ല. പേരോടിനോട് പോയി ചോദിക്കാം. പേരോടിനറിയാലോ, എല്ലാവർക്കും അറിയാലോ. ആ നിലക്കാണ് പടച്ചതമ്പുരാനെ സംബന്ധിച്ച് പറയുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? എന്തു പറയുമ്പോഴും പറഞ്ഞാൽ എന്തും പറയാനാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? അള്ളാഹ് അവനെ പറ്റി പറഞ്ഞ, അള്ളാഹു വിശേഷിപ്പിച്ച എന്തു പറയുമ്പോഴും എന്ന അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ വാചകം കട്ടുമുറിച്ചതല്ലേ? മുറിയനല്ലേ നിങ്ങള്? മുറിക്കലല്ലേ നിങ്ങളെ തൊഴില്? കേട്ടോളൂ, എവിടെയാ നിങ്ങൾ മുറിച്ചത്? എന്താ ഞാൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിക്കൂ. എത്ര തവണയാണ് നമ്മൾ ഇവിടെ നിന്ന് ആവർത്തിച്ചത്? അള്ളാഹുവിനെ പറ്റി സൃഷ്ടികളോട് ഒരു നിലക്കും ഉപമിച്ചു പോകരുത് കേട്ടോ. ഒരു നിലക്കും അവന് അർഹതപ്പെട്ടതല്ലാത്ത, അവകാശപ്പെട്ടതല്ലാത്ത, അവനെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കരുത്. അതേ സമയത്ത് തന്നെ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ, മറ്റൊന്നിനോട് ഉപമിച്ചുകൂടാ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി കൂടാ. ഈ വിശ്വാസമല്ലേ പൂർവീകരും ആധുനികരുമായ എല്ലാ ഇമാമിയങ്ങൾക്കും ഉള്ളതെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ആ വിശ്വാസം മുജാഹിദികൾ സ്വീകരിച്ചതിന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ നിന്ന് പരിഹസിക്കാറുള്ളത്, പരിഹസിച്ചിട്ടുള്ളത്, ഇപ്പോഴും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പൊ നോക്കൂ നിങ്ങൾ, ഞാൻ എന്ത് പറഞ്ഞാലും എന്നാ പറഞ്ഞത്?
അള്ളാഹിനെ പറ്റി എന്തും പറയാനാ ഞാൻ പറഞ്ഞു. കക്കൂസ് പോയി, ജിമാഴ് ചെയ്തു, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്നൊക്കെ എന്തും പറയാനാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അള്ളാഹു അവനെ വിശേഷിപ്പിച്ച നിലക്ക് പറയുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നല്ലേ. ഞാൻ പറഞ്ഞതും മൂപ്പര് പറയണതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ രണ്ടും കൂടെ ഒരുമിച്ചൊന്നാണ് കേട്ടോളി. അപ്പൊ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത്, മൂപ്പര് എന്താ പറയുന്നത്. മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ? അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ. അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ. മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ? അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ. അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ. മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ? അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ. ഉണ്ടോ? അള്ളാഹിനെ പറ്റി അവനെ എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. നിങ്ങളത് കേട്ട് കഴിഞ്ഞു. എന്താ ഇതിലപ്പുറമൊക്കെ ഇങ്ങനെ കൃത്യമായി നമ്മുടേതായ വാചകങ്ങളെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പേരോടെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് നിങ്ങളുടെ ഒരു ഗതികേട്? സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാ നിങ്ങൾക്ക് കഴിയേണ്ടല്ലേ? നിങ്ങൾക്ക് പറ്റൂലല്ലോ. മത്സരപ്പവിടെ കണ്ടില്ലേ? അപ്പോ ഇനി എന്താ പിന്നെ പറഞ്ഞത്?